ഇതിപ്പോൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ആണ് നിങ്ങളെ ഞാൻ കാണിച്ചത്. നിങ്ങൾ നോക്കുക, ഈ ഒരു സൈഡിൽ വണ്ടിയുണ്ട്, ഈ ഒരു സൈഡിൽ വണ്ടിയുണ്ട്. അപ്പോൾ ആ വണ്ടികളെ തട്ടാതെ നമ്മൾ ടൈറ്റ് ആയിട്ട് ഇത് ഈ രണ്ട് വണ്ടികളുടെ ഇടയിലേക്ക് പാർക്ക് ചെയ്യുകയാണ്. ഇത് ടൈറ്റ് പാർക്കിംഗ് ആണ്. നിങ്ങൾ നോക്കുക. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ ഗുഡ്സൺ കട്ടപ്പന എന്ന ഈ ചാനലിൽ എല്ലാ ദിവസവും വൈകിട്ട് കൃത്യമായിട്ടും ഓരോരോ ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ, ഡ്രൈവിംഗ് ടിപ്സുകൾ ഞാൻ വീഡിയോകളായിട്ട് ചെയ്തിടാറുണ്ട്. തീർച്ചയായിട്ടും വാഹനം പഠിച്ചു തുടങ്ങുന്നവർക്ക് വീഡിയോ ഗുണം ചെയ്യുന്നു എന്ന് എനിക്ക് കമൻസിലൂടെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ചിലപ്പോൾ നമ്മളൊരു വാഹനവുമായിട്ട് ടൗണിലേക്കൊക്കെ പോകേണ്ട സാഹചര്യങ്ങളിൽ നമുക്ക് വണ്ടി പോക്കറ്റ് പാർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. രണ്ട് വണ്ടികൾക്ക് ഇടയിൽ നേരെ വാഹനം കയറ്റി പാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു വാഹനം ശരിയായ രീതിയിൽ പോക്കറ്റ് പാർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഞാനിവിടെ ഇപ്പം നിങ്ങളെ കാണിച്ചു തരുന്നത്, നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നോക്കുക. ഇവിടെ ഒരു വാഗണർ കിടപ്പുണ്ട്, ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്വിഫ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ ഈ രണ്ട് വണ്ടികളുടെ ഇടയിലേക്കാണ് നമ്മൾ പോക്കറ്റ് പാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് കയറ്റി പാർക്ക് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലെഫ്റ്റ് സൈഡിലാണെങ്കിലും റൈറ്റ് സൈഡിലേക്കാണ് നിങ്ങൾ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി വെച്ച് ഒരു റെഫറൻസ് പോയിന്റ് നിങ്ങൾ സൈഡിൽ കിടക്കുന്ന വാഹനത്തെ നോക്കണം. അപ്പോൾ അതിന് റെഫറൻസ് പോയിന്റായിട്ട് നോക്കേണ്ടത് എവിടെ വന്ന് വാഹനം തിരിയണമെന്ന് മനസ്സിലാക്കണം. അതിന് നിങ്ങളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് മിററില്ലേ, ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിയുന്നത്. ഈ ലെഫ്റ്റ് മിറർ റൈറ്റ് സൈഡിൽ കാണുന്ന, അതായത് ഈ ഒരു ഭാഗത്ത് കാണുന്ന നമ്മുടെ വാഗണറിൻ്റെ, അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ വാഗണറിൻ്റെ റൈറ്റ് സൈഡിലെ ആ ടെയിൽ ലാമ്പില്ലേ, ആ ടെയിൽ ലാമ്പിൻ്റെ ലെവലിൽ ഈ മിറർ വരുമ്പോൾ നിങ്ങൾ വാഹനം നിർത്തുക. അതായത് നേരെ മുന്നോട്ടെടുത്തിട്ട് വാഹനം നിർത്തുക. അതിനുശേഷം ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഒടിച്ചു കൊടുക്കുക. നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ക്ലച്ച് നയിച്ച് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തത് സ്റ്റിയറിംഗ് നേരെയാക്കിയിട്ട് പതിയെ വണ്ടി മുന്നോട്ടെടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ? ഇപ്പോൾ ഏകദേശം ആ ഒരു ഭാഗത്ത് വന്ന ആ ടെയിൽ ലാമ്പിനോട് ചേർന്ന് നമ്മുടെ ഈ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ മിറർ വന്നു. ഇങ്ങനെ വന്നതിന് ശേഷം വേണം നമ്മൾ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കാനായിട്ട്. കാരണം നമ്മുടെ വണ്ടിക്ക് മുൻവശത്തേക്കുള്ള ഒരു നീളമുണ്ട്, അതും കൂടെ ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു കിട്ടണം. നമ്മുടെ വണ്ടി ഈ സൈഡിലുള്ള വണ്ടിയെ തട്ടാനും പാടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു റെഫറൻസ് പോയിന്റ് നോക്കുന്നത്. റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഈ മിറർ നോക്കുക, റൈറ്റ് സൈഡിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ എൻഡും നിങ്ങൾ നോക്കുക. എന്നിട്ട് ഇതേ സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു പിടിച്ചിട്ട് ജസ്റ്റ് ക്ലച്ച് നയിച്ച് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തതേ വണ്ടി ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ എടുത്തു. ഇങ്ങനെ എടുത്ത് കയറി വരുന്ന സമയത്ത് നമുക്കൊരു സ്പേസ് ഇല്ലെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഇവിടെ നമുക്ക് ഇച്ചിരി സ്പേസിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് വണ്ടി നേരെ റിവേഴ്സ് എടുക്കുക. ഞാനിതേ ഇപ്പോൾ റിവേഴ്സ് എടുക്കാനായിട്ട് നമ്മളുടെ വണ്ടിയുടെ ബാക്ക് റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് വണ്ടിയുടെ ബാക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഇതേ ഇത്തരത്തിൽ ഒന്ന് തിരിച്ചു കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് തിരിച്ചു കൊടുക്കുക. അതിനുശേഷം റിവേഴ്സ് ഗിയർ കൊടുത്തിട്ട് വണ്ടി ജസ്റ്റ് ഇതേ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഇപ്പോൾ പതിയെ ബാക്ക് സൈഡിലേക്ക് എടുത്തു. അതിനുശേഷം വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ഇത് ഇടത്തെ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലച്ച് നയിച്ചിട്ട് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ വാഹനം ഈ കിടക്കുന്ന രണ്ട് വാഹനങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ചേർത്ത് പാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിപ്പോൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ആണ് നിങ്ങളെ ഞാൻ കാണിച്ചത്. നിങ്ങൾ നോക്കുക, ഈ ഒരു സൈഡിൽ വണ്ടിയുണ്ട്, ഈ ഒരു സൈഡിൽ വണ്ടിയുണ്ട്. അപ്പോൾ ആ വണ്ടികളെ തട്ടാതെ നമ്മൾ ടൈറ്റ് ആയിട്ട് ഈ രണ്ട് വണ്ടികളുടെ ഇടയിലേക്ക് പാർക്ക് ചെയ്യുകയാണ്. ഇത് ടൈറ്റ് പാർക്കിംഗ് ആണ്. നിങ്ങൾ നോക്കുക, കണ്ടോ? ഈ സൈഡിലൊരു വണ്ടിയുണ്ട്, ഈ ഒരു സൈഡിലൊരു വണ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു കോൺഫിഡൻറ്റോട് കൂടി ഇങ്ങനെ ഒരു വാഹനത്തെ പാർക്ക് ചെയ്യാം. ഇങ്ങനെ പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ട്രിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കിടക്കുന്നത് ഒരു ഹാച്ച് ബാക്ക് മോഡൽ ചെറിയ വണ്ടിയാണ്. അപ്പോൾ ഒരു ചെറിയ വണ്ടിയുടെ ഒരു ലെവലിൽ പാർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ മിററും ആ വണ്ടിയുടെ റൈറ്റ് സൈഡിലെ മിററും ഏകദേശം ലെവലിൽ വരുമ്പോൾ നിങ്ങളുടെ വാഹനത്തെ നിർത്താം. എന്നാൽ ഇവിടെ കിടക്കുന്ന ഒരു സെഡാൻ ടൈപ്പാണ്. അപ്പോൾ സെഡാൻ ടൈപ്പ് വാഹനത്തിൻ്റെ നീളത്തിന് അനുയോജ്യമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ റൈറ്റ് സൈഡിലെ മിറർ ആ വണ്ടിയോടൊപ്പം ചേരണം. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ വാഹനത്തെ മുന്നോട്ട് ചേർത്ത് നിർത്തിയാൽ നമുക്ക് സെയിം അളവിൽ നമ്മുടെ വാഹനത്തെ പാർക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ പോക്കറ്റ് പാർക്കിംഗ് മെത്തേഡ്. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുക. ഇനി നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്കാണ് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലെ മിറർ നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ പാർക്കിംഗ് മെത്തേഡ് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.